ഹലോ മക്കളെ, അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ സൂപ്പർ കിങ്സ് ബാച്ചിലെ ക്ലാസ്സുകളൊക്കെ അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നറിയാം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ JEE മെയിൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാം അടുത്ത മാസം ഒരു ലാസ്റ്റ് വീക്കോട് കൂടിയാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷനും അതുപോലെ തന്നെ ബൂസ്റ്റ് ചെയ്യേണ്ട ഒരു ടൈം ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കുകളൊക്കെ തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇനി നമുക്ക് റിവിഷൻ്റെ ഒരു ടൈമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ ഈ മാസം ഒരു ഹാഫോടുകൂടി നമ്മുടെ റിവിഷൻ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ആ ഒരു കാര്യവും ഒക്കെ കൂടെ ആയിട്ട് നമുക്ക് പ്രിപ്പറേഷൻ നന്നായിട്ട് തന്നെ കൊണ്ടുവരാനുള്ള അവസരമുണ്ട്. ഇത് മാത്രം പോരാ, നമ്മുടെ റിവിഷൻ മാത്രമല്ല നമ്മുടെ എക്സാം എഴുതാനായിട്ട് നമ്മളെ തയ്യാറെടുപ്പിക്കുന്നത്. അത് ഇനഫ് ആയിട്ടുള്ള പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മോക്ക് ടെസ്റ്റുകൾ എഴുതി ശീലിക്കുക എന്നുള്ളത്. അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ എഴുതി ശീലിക്കുക എന്ന് പറഞ്ഞാൽ JEE മെയിൻ ഒരു CBT എക്സാം ആയതുകൊണ്ട് തന്നെ CBT മോഡലുള്ള എക്സാം ആണ് നമ്മൾ കൂടുതലും പ്രാക്ടീസ് ചെയ്യേണ്ടത്. പക്ഷേ എപ്പോഴും നമുക്ക് CBT ആയിട്ട് എക്സാം എഴുതുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിൽ തന്നെ നമ്മൾ നോർമൽ രീതിയിൽ മോക്ക് ടെസ്റ്റ് എഴുതുന്ന രീതിയിൽ എന്ത് ചെയ്യുകയാണ്, ഒരു എക്സാം സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തിനാണ് ഈ മോക്ക് ടെസ്റ്റുകൾ എഴുതി ശീലിക്കണമെന്ന് പറയുന്നത്? അതായത് നമ്മൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും മോക്ക് ടെസ്റ്റുകൾ എഴുതുമ്പോഴേ നമുക്ക് എവിടേക്കാണ് മിസ്റ്റേക്കുകൾ വരുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാനുള്ളൊരു അവസരം ഉണ്ടാവുകയുള്ളൂ. അതായത് മോക്ക് ടെസ്റ്റുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു എക്സാം എഴുതുമ്പോൾ നമുക്കറിയാം ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. 3 മണിക്കൂറിൻ്റെ ഒരു എക്സാം ആണെങ്കിൽ ആ 3 മണിക്കൂറിൽ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഓരോന്നിലും 25 ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ ഓരോ ടോപ്പിക്കിൽ നിന്നും നിങ്ങൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിനെ അറ്റൻഡ് ചെയ്യേണ്ടത്, ഏത് ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫോക്കസ് കൊടുക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊരു മോക്ക് ടെസ്റ്റ് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ടൈം മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞതിനകത്ത് മെയിനായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഏത് ചാപ്റ്ററിൽ നിന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാത്സിലാണെങ്കിൽ, മാത്സിൻ്റെ കേസ് എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്, മാത്സിലാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും എളുപ്പമായിട്ടുള്ള കുറേ ചാപ്റ്റർ ഉണ്ട്. അതായത് സ്കോറിംഗ് ചാപ്റ്റേഴ്സ്. നമ്മളത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ആ ചാപ്റ്ററുകളെല്ലാം നിങ്ങൾ ഫോക്കസ് ചെയ്യണം. എന്നിട്ട് ആ ചാപ്റ്ററിനകത്തെ ചോദ്യങ്ങൾ ആദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു പരിധി വരെ സമയം ലാഭിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 3 മിനിറ്റ്സിൽ കൂടുതൽ ടൈം എടുക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആ ക്വസ്റ്റ്യൻ ലീവ് ചെയ്യുക. പക്ഷേ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ട് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകുക എന്നുള്ളതാണ് അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ അതിനകത്തിരിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ പോകുന്നതാണ് സാധാരണയായിട്ട് കാണുന്നത്. അപ്പോൾ മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ അതിനാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ബാക്കി എല്ലാ ചോദ്യങ്ങളും ചെയ്തതിന് ശേഷം ഇനഫ് ടൈം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റിവ്യൂ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ വന്ന് അറ്റൻഡ് ചെയ്യുക. ഇനി ഒരു എക്സാം എന്ന് പറഞ്ഞതിനകത്ത് എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്യുക എന്നുള്ളതല്ല അവിടുത്തെ കാര്യം. സ്മാർട്ട് അപ്രോച്ചാണ് നമ്മൾ നടത്തേണ്ടത്, അല്ലേ? നിങ്ങൾക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാതെ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഓരോ മോക്ക് ടെസ്റ്റ് കഴിയുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എത്ര നെഗറ്റീവ് മാർക്കിംഗ് എനിക്ക് വന്നിട്ടുണ്ട്. മാക്സിമം കുറയ്ക്കാനാണ് ശ്രമിക്കേണ്ടത്. പക്ഷേ എങ്ങനെ പോയാലും നമുക്ക് 1-2 വരും. അപ്പോൾ എങ്ങനെയാണ് ഈ നെഗറ്റീവ് വന്നത്? അതായത് കെയർലെസ് മിസ്റ്റേക്ക് കൊണ്ടാണോ, അല്ലെങ്കിൽ നമ്മുടെ കോൺസെപ്റ്റ് പഠിച്ചതിനകത്തെ പ്രശ്നം കൊണ്ടാണോ, ഫോർമുല മറന്നു പോയിട്ടാണോ, ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ടായിട്ടാണോ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ചോദ്യത്തിലാണ് നിങ്ങളുടെ നെഗറ്റീവ് മാർക്ക് വന്നതെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. എന്നിട്ട് അത് കറക്റ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഉള്ള സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിനും ഉണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് എക്സാം എഴുതുന്ന സമയത്ത് അങ്ങനെ ഒരു റിയൽ ടൈമിലായിരിക്കത്തില്ല നമുക്കത് എഫക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ അതുപോലെ നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് പോയി എഴുതാൻ പറ്റുന്നത്, അതായത് നമ്മുടെ GAB പോലെയുള്ള എക്സാമുകളൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾ അക്യൂർ ചെയ്തിരിക്കുന്ന എക്സ്പീരിയൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ നല്ലപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യുക. ഇനി മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബോർഡ് എക്സാമിനും കൂടെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ്. സോ ബോർഡ് എക്സാമും എൻട്രൻസ് എക്സാമും നമ്മൾ എൻറ്റയർലി ഡിഫറെൻ്റ് ഉണ്ട്, അല്ലേ? അപ്പോൾ ബോർഡ് എക്സാമിന് നിങ്ങളൊരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യുക എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ ചോദ്യങ്ങളുണ്ട്, ആ ഒരു പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണ്, അല്ലേ? പക്ഷേ എൻട്രൻസ് എക്സാമിന് എന്ന സിസ്റ്റത്തിനകത്താണ് ഓരോ ക്വസ്റ്റ്യൻസും കാണണമെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് അടിച്ച് നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ നിങ്ങൾക്ക് ഫുൾ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് മുഴുവനും ഒന്ന് അനാലിസിസ് നടത്താം. ഇതിൽ ഏത് ഞാൻ ആദ്യം എഴുതും, ഏത് ആണ് എനിക്ക് ഏറ്റവും അറിയാവുന്നത്, അങ്ങനെ ഒരു പ്രൊസീജിയർ നിങ്ങൾ ഉണ്ടാക്കും, അല്ലേ? അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യും, ആൻസേഴ്സ് എഴുതാൻ തുടങ്ങും. ആൻസേഴ്സ് എഴുതുമ്പോൾ നമുക്കറിയാം അതിനകത്ത് 1 വേർഡായിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം, ഡിസ്ക്രിപ്റ്റീവായിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം, essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡ് എക്സാമിൻ്റെ ഒരു പ്രൊസീജിയർ പ്രകാരം നോക്കുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റെപ്സ് ഒരുപാട് എഴുതി ആൻസർ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പിനും എന്തുണ്ടാകും, നമുക്ക് മാർക്കുണ്ട്. പക്ഷേ എൻട്രൻസ് എക്സാമിന് അങ്ങനെയല്ല, സ്റ്റെപ്സുകൾ മാക്സിമം കുറച്ച് ഷോർട്ട് കട്ട് ട്രിക്കുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇതിൻ്റെ ആൻസറുകൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി, അതായത് എൻട്രൻസിൻ്റെ സ്ട്രാറ്റജി നിങ്ങൾ ഒരിക്കലും എവിടെ അപ്ലൈ ചെയ്യാൻ പാടില്ല, ബോർഡ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പാടില്ല. ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ചോദ്യം കാണുമ്പോൾ തന്നെ ഒറ്റ ലുക്കിൽ
തന്നെ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷേ അങ്ങനെ എഴുതി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ഫുള്ളായിട്ട് കിട്ടത്തില്ല. സോ അപ്പോൾ അത് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ ബോർഡ് എക്സാമിനും നമുക്ക് ടോപ്പ് ആവണം, എൻട്രൻസ് എക്സാമിനും നമുക്ക് ടോപ്പ് ആക്കണം. നമുക്ക് ബോർഡ് എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം നമുക്ക് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് +2ൻ്റെ ടോട്ടൽ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പലയിടത്തും അത് ആവശ്യമുണ്ട്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കീം എക്സാമിനൊക്കെ +2ൻ്റെ നമ്മുടെ മാർക്ക് വളരെയധികം കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, 50% എടുക്കുന്നുണ്ട്. ഇതുവരെ അങ്ങനെയാണ്. അപ്പം ഈ ഒരു മാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്കിനെ അവിടെ അഫക്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ബോർഡ് എക്സാമിന് മാർക്ക് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോ മോക്ക് ടെസ്റ്റും നമുക്ക് തെറ്റുകൾ തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു അതായത് എറർ കറക്ഷൻ എന്നുള്ള രീതിയിൽ അതിനെ കാണുക. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇപ്പോഴും ഗ്രാൻഡ് ടെസ്റ്റുകളൊക്കെ എഴുതുന്നുണ്ട്. ഗ്രാൻഡ് ടെസ്റ്റ് ആയിക്കോട്ടെ, നമുക്ക് ഏതെല്ലാം എക്സാമുകൾ നിങ്ങൾക്ക് വരുന്നുണ്ടോ ആ എക്സാമുകളൊക്കെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ഇനി നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെത്താനെ മോക്ക് എക്സാംസ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു 10 ചോദ്യം എടുക്കുക. ഇപ്പോൾ മാത്സിലെ ഒരു ചാപ്റ്റർ എടുക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ പ്രോബബിലിറ്റിക്കകത്ത് ഒരു 10 ചോദ്യം എടുക്കുക. 10 ചോദ്യം നിങ്ങൾ മിക്സ്ഡ് ആയിട്ട് എടുക്കുക നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇതിലൊരു പർട്ടിക്കുലർ കോൺസെപ്റ്റ് പറയുന്നതായിരിക്കാം. അങ്ങനെ ഒരു 10 ചോദ്യം എടുത്തിട്ട് ഒരു ടൈമർ സെറ്റ് ചെയ്യുക, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 4 മിനിറ്റ്. ഏറ്റവും ടൈം കുറയ്ക്കുക. ആദ്യം ഒരു 5 മിനിറ്റ് എടുത്തോ, പിന്നീട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പതിയെ എന്ത് ചെയ്യുക, ആ ടൈം കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ ഈ ലിമിറ്റഡ് ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആക്കത്തേ ഉള്ളൂ. സോ എന്തായാലും ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ പ്രിപ്പറേഷൻ നന്നായിട്ട് തന്നെ കൊണ്ടുപോകാം. ഇനി നമുക്ക് റിവിഷനൊക്കെ അടിപൊളിയായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോകാം. സോ ഫസ്റ്റ് ഫേസ് എല്ലാവർക്കും നല്ലൊരു പെർസെൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രയത്നിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.